ട്രെയിൻ ടു ബുസാൻ ട്രെയിൻ സർവൈവൽ ഹൊറർ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ സിനിമയൊന്ന് കണ്ടു നോക്കൂ. ഓരോ ടണൽ കഴിയുന്നതോറും ഓരോ ബോഗി ആളുകളും ആ ഒരു ബോഗിയും അപ്രത്യക്ഷമാകുന്നു. ആരാണ് എന്താണ് ഇതിന് പിന്നിൽ എന്നൊന്നും മനസ്സിലാകുന്നില്ല. സിനിമ തുടങ്ങിയ ആദ്യ മിനിറ്റ് മുതൽ അവസാന മിനിറ്റ് വരെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു പക്ക സർവൈവൽ ഹൊറർ മൂവിയാണ്. മൂവി ഏതെന്നറിയാൻ വേണ്ടി വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഡേ 75 ഓഫ് 100 Days ഹൊറർ മൂവി സീരീസ്. സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി ഇങ്ങനെയാണ്. ഒരു പുതിയ റിസോർട്ടിലേക്ക് ഒരുപാട് ആളുകളുമായിട്ട് ഒരു ആഡംബര ട്രെയിൻ പോവുകയാണ്. ഒരു വലിയ ടണൽ കഴിഞ്ഞതിന് ശേഷം അതിൽ അഞ്ചാത്ത ബോഗിയും ആളുകളും അപ്രത്യക്ഷമാവുന്നു. ആദ്യം ഇവർ കരുതുന്നത് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറോ എന്തെങ്കിലും ആയിരിക്കുന്നതാണ്. പിന്നീട് അടുത്ത ടണൽ കഴിയുമ്പോൾ നാലാത്ത ബോഗി മിസ്സാവുന്നു. അപ്പോഴാണ് അവർ ആ വലിയ സത്യം തിരിച്ചറിയുന്നത്. അടുത്തത് ഇനിയിപ്പോൾ നമ്മുടെ ബോഗിയാണ് മിസ്സാകാൻ പോകുന്നത്. സിനിമയിലെ ടണൽ സീൻസും പിന്നെ ട്രെയിനകത്തുള്ള അമാനുഷികമായുള്ള വിഷ്വൽസും നല്ല രീതിയിൽ ഹൊറർ എക്സ്പീരിയൻസ് തരുന്നതാണ്. ഓരോ ടണൽ കഴിയുമ്പോഴും അടുത്തത് എന്താണ് ഉണ്ടാകുന്നത് പ്രേക്ഷകന് നല്ല രീതിയിൽ ടെൻഷൻ തരുന്ന ഒന്നാണ്. സസ്പെൻസും ഹൊററും മിക്സ് ചെയ്തൊരു പക്ക ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. മൂവിയുടെ പേര് ട്രെയിൻ ടു ഡെത്ത്. ഈ മൂവി കണ്ടുള്ളവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മൂവിയുടെ ലിങ്ക് വേണ്ടവർ ഈ റീൽ എനിക്ക് DM ചെയ്ത് തരികയോ അല്ലെങ്കിൽ എൻ്റെ ബയോ ചെക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പം നടക്കണം. ബൈ.